إن الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قتل الإنسان ما أكفره من أي شيء خلقه، من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിമാരായി ജീവിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, യൗമുൽ ജുമുഅയുടെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങളിതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ധാരാളം സഹോദരങ്ങൾ
പലവിധ പരീക്ഷണങ്ങളിലും അകപ്പെട്ട് രോഗിയായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് വീടുകളിൽ വിശ്രമിച്ചൊക്കെ കഴിഞ്ഞുകൂടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ പള്ളിയിൽ വരണമെന്നും ഇബാദത്തിൽ ജമാഅത്തായി പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ രോഗം അവരെ തളർത്തി വീടുകളിലും വീൽ ചെയറുകളിലും കട്ടിലുകളിലും ഒക്കെ കിടക്കുന്ന ഒരവസ്ഥയാണ്. പഠിച്ചവനെ അല്ലാഹുവേ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വമ്പിച്ച ചികിത്സാ ചെലവ് വരുന്ന എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകണം. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, ഹംദിനും സ്വലാത്തിനും ശേഷം ഞാൻ ഓതി വെച്ചത് അമ്മയത്തെ സാഅലൂൻ ജുസ് അഥവാ ഖുർആനിലെ അവസാനത്തെ ജുസ് 30-ാം ജുസിലെ അബസ സൂറത്തിൽ നിന്നുള്ള 17 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ്. അതിൽ അല്ലാഹു പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നാശമടയട്ടെ. ഒരൊറ്റ ജീവികളെയും അല്ലാഹു നാശമടയട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യനെ മാത്രമാണ് അല്ലാഹു നാശമടയട്ടെ എന്ന് പറഞ്ഞത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നാശമടയട്ടെ. എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനായി തീരാൻ? എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ഈ ഭൂമിയിൽ അവൻ കഴിഞ്ഞുകൂടിയിട്ട് എന്നോട് ഇത്ര ധിക്കാരം കാണിക്കാൻ അവൻ എങ്ങനെ ചങ്കുറ്റമുണ്ടായി? എന്താണ് അവൻ ഇത്ര നന്ദി കെട്ടവനാകാൻ? അവൻ ചിന്തിക്കുന്നില്ലയോ? അവൻ ഏതൊരു വസ്തുവിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്? മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഒരു ബീജഗണത്തിൽ നിന്ന്, ആ ബീജഗണത്തിൽ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചത്. പിതാവിന്റെ ബീജങ്ങളിൽ നിന്നുള്ള ഒരു കണം, മാതാവിന്റെ ഒരു അണ്ഡം, ഇത് ചേർന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അത് ഏറ്റവും അറപ്പുണ്ടാക്കുന്ന, മനുഷ്യനെ ദുർഗന്ധമുണ്ടാക്കുന്ന സംഗതിയാണ് ഈ ബീജങ്ങൾ. അത് ശരീരത്തിലോ ഡ്രസ്സിലോ ആയാൽ ഇറിറ്റേഷൻ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് ആ ഡ്രസ്സ് നീക്കിക്കളയാൻ, എത്രയും പെട്ടെന്ന് അത് കഴുകിക്കളയാൻ മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹം. കാരണം അത് കാണുമ്പോഴും അതിന്റെ സ്മെല്ല് വരുമ്പോഴും ഒരു സുഖമില്ലാത്ത ഒരു സ്മെല്ലാണ്. അപ്പൊ അല്ലാഹ് പറയും, മനുഷ്യ, നിന്റെ സൃഷ്ടിപ്പിനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? മിന്നുതുഫ, നിന്നെ നാം സൃഷ്ടിച്ചത് ഒരു ഗണത്തിൽ നിന്നാണ്. മിന്നുതുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, എന്നിട്ട് അവന്റെ കാര്യം വ്യവസ്ഥപ്പെടുത്തിയതും അല്ലാഹുവാണ്. പിന്നീട് അവന്റെ മാർഗം എളുപ്പമാക്കുന്നു. എല്ലാ മാർഗങ്ങളും, അവന്റെ ഭക്ഷണമാർഗം, അവന്റെ ഉപജീവന മാർഗം, അവന്റെ യാത്രാമാർഗം, മുന്നോട്ടുള്ള പ്രയാണം, എല്ലാം മറ്റ് ജീവികളെക്കാൾ എല്ലാം അള്ളാഹു മനുഷ്യനെ എളുപ്പമാക്കി കൊടുക്കും. മറ്റുള്ള ജീവജാലങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഇത്രമാത്രം സൗകര്യങ്ങളുണ്ട്, ഇത്രമാത്രം വലിയ ആനന്ദിക്കാനുള്ള വകുപ്പുകൾ അവർക്കുണ്ട്. അവർക്ക് കഴിക്കുന്നു, ജീവിക്കുന്നു, അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നു, കിടന്നുറങ്ങും. യാതൊരുവിധ ധിക്കാരവും ഒരു ജീവി കാണിക്കുന്നു. ഒരു പക്ഷിപർവ്വജാതികളായാലും കോടിക്കണക്കിനായ മത്സ്യങ്ങളായാലും മറ്റ് ജീവജാലങ്ങളായാലും ഒരു ധിക്കാരവും തന്റെ റബ്ബിനോട് കാണിക്കില്ല. പക്ഷേ എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കി തന്ന നമ്മൾ ധിക്കാരികൾ. അതാണ് പിന്നീട് അവന്, ആ മനുഷ്യനാകുന്ന ആൾക്കാർക്ക് നാം അവന്റെ എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കി കൊടുത്തു. ഒരു നിശ്ചിത കാലഘട്ടം അവൻ ദുനിയാവിൽ ജീവിച്ചിട്ട് അവനെ നാം മരിപ്പിച്ചു കഴിഞ്ഞാലാണ് പിന്നെ അവന്റെ ജീവിതം, രണ്ടാമത്തെ ജീവിതം തുടങ്ങുന്നത്. അവനെ നാം മണ്ണിൽ മറവ് ചെയ്യുന്നു, അവനെ ഖബറടക്കുന്നു. ഖബർ നമ്മൾ 2 ആഴ്ചകളായി കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ. മേടക്കു പകരം മാളമാ സുബ്ഹാന. മണിമേടകൾ കിട്ടിയാണ് നമ്മൾ താമസിക്കുന്നത്. വമ്പൻ സൗധങ്ങൾ, വമ്പൻ വീടുകൾ, വമ്പൻ ഫ്ലാറ്റുകൾ, വമ്പൻ വില്ലകൾ.
ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു വീടിന്റെ സംഖ്യ വന്നു. അതിന്റെ മോഡിയും കാര്യം 80 കോടി രൂപ മുടക്കി ഒരു മുസ്ലിം കുടുംബം വീടുണ്ടാക്കി. 80 കോടി, ഇത്ര ലക്ഷമാണ്. എന്നിട്ട് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ട് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് പറയുന്നു, അള്ളാഹ് പറഞ്ഞതായിട്ട് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് ഒരു കവി പറയുകയാണ്, മേടക്ക് പകരം, മേട എന്ന് പറഞ്ഞാൽ മണിമേട, മണിമേട എന്നതും ഒരു പൂച്ച, മൗതിന്റെ നേരം നൽകുമോ നിനക്കാച്ചേ. നമ്മൾ ഉണ്ടാക്കുന്ന മണിമേടകൾ വെറും തക്കാസുകളാണ്, പൂച്ചകളാണ്, പുറപ്പൂച്ചകളാണ്. മൗത്തിന്റെ നേരം എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ അതിൽ നിന്ന് എന്ന് ചോദിക്കും. അതാണ് മേടക്കു പകരം മാളമാ സുബ്ഹാന. ഈ കഴിഞ്ഞ മണിമേടകളിൽ നിന്ന് കൊണ്ടുപോകുന്നത് മാളത്തിലേക്കാണ്, 6 അടി മണ്ണിലേക്കാണ്. റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. കാലങ്ങളോളം പിന്നെ ആ മണ്ണിനടിയിലാണ് കിടക്കേണ്ടത്. ഖബർ ബർസഖിലാണ് പിന്നെ കിടക്കേണ്ടത്. സമ്പാദ്യ മുതലിൽ നിന്ന് 3 ഫാന. എത്ര വലിയ സമ്പാദ്യം ഉണ്ടായാലും കൊണ്ടുപോകുന്നത് 3 കഫന, 3 വെള്ളത്തുള്ളിയാണ്. അത് മാത്രമല്ലതിലെപ്പോഴും ബഹദാന, എപ്പോഴും ഒറ്റക്ക് തന്നെയാണ്. ഇവിടെ എല്ലാ കൂട്ടുകാരും, ഭാര്യ, ഉമ്മ, മക്കൾ എല്ലാവരും ഉണ്ടാകും. പക്ഷെ കബറിൽ ബഹദാന, ഒറ്റക്ക. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിലാണൊരു വിത്തുകൾ അതിനുള്ളത്. മെത്തക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെരിഞ്ഞിട്ടതാ. സൂറന്ന കാഹളം ഒരു ദിനം മുഴങ്ങുന്നതാ, അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുന്നതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണത് പരസ്പരം തിന്നുന്നതിൽ. ഖബറിനെ പറ്റി മനോഹരമായി ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ടൊരു കവി വർണ്ണിച്ചതാണ്. വളരെ മനോഹരമായ കാവ്യശകലം. ചില കാവ്യങ്ങളിൽ മാത്രമേ ഖുർആനും സുന്നത്തിൽ നിന്നും അകന്ന് മറ്റ് കിതാബുകളിൽ നിന്നും എടുത്തപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ചില പ്രയോഗങ്ങൾ പറ്റൂ. ബാക്കിയെല്ലാം ഇത്ര മനോഹരമായി അദ്ദേഹം ഖബറിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഖബറിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ശക്തമായ ഈമാൻ. അള്ളാഹുവിലും അവന്റെ റസൂലിലും അവന്റെ കിതാബിലും അവന്റെ മലക്കുകളിലും അവന്റെ പ്രവാചകന്മാരിലും ഒക്കെയുള്ള ശക്തമായ ഈമാൻ, അടിപതറാത്ത ഈമാൻ ഉള്ളവർ ഖബറിൽ രക്ഷപ്പെടും. രണ്ടാമത്തെ കാര്യം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉറച്ചു നിൽക്കുന്നവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റാരുമില്ല എന്ന ആ ഉന്നതമായ വാക്യത്തിൽ ആരൊക്കെ മരണം വരെ ഉറച്ചു നിൽക്കുന്നുണ്ടോ അവർ ഖബറിൽ രക്ഷപ്പെടും. പതറാൻ പാടില്ല, മനസ്സ് പതറി ശിർക്കിലേക്ക് പോകാൻ പാടില്ല. കബറിടങ്ങളിൽ പോയി പൂജ നടത്താൻ പാടില്ല, കബറിടങ്ങളിൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല, കബറാളികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല, അമ്പിയാക്കളോടും ഔലിയാക്കളോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും പ്രാർത്ഥിക്കാൻ പാടില്ല, അവർ കാത്തു നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന ഉറച്ച കലിമത്തുൽ തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ ആരാധനയുടെ എല്ലാ അംശങ്ങളും അള്ളാഹുവിന് മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർ ഖബറിൽ രക്ഷപ്പെടും. മൂന്നാമത്തത്, ഖബറിൽ രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ കാര്യം നല്ല യഖീൻ വേണം, ഉറച്ച വിശ്വാസം. അതുപോലെ നിശ്ചയദാർഢ്യം വേണം. അള്ളാഹു എന്നെ രക്ഷിക്കും, എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ എനിക്കൊരു റബ്ബുണ്ട്. എല്ലാ ആപത്തുകളിൽ നിന്നും, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും, ഭീഷണിയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ എനിക്കൊരു റബ്ബുണ്ട് എന്ന യഖീൻ, ദൃഢമായ ബോധ്യം, വിശ്വാസം, നിശ്ചയദാർഢ്യം അത് മനസ്സിൽ രൂപപ്പെടണം. അത് മനസ്സിൽ രൂപപ്പെടുത്തപ്പെടാത്തത് കൊണ്ടാണ് പതറിപ്പോകുന്നത്. പലതിന്റെ മുന്നിൽ ഒരു രോഗം വരുമ്പോൾ പതറിപ്പോകുന്നു, ഒരു പരീക്ഷണം വരുമ്പോൾ പതറിപ്പോകുന്നു, ഒരു ആപത്ത് വരുമ്പോൾ പതറിപ്പോകുന്നു, നമ്മുടെ സ്വന്തം കുഞ്ഞിന് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. എന്തുകൊണ്ട്? യഖീൻ ഇല്ലാത്തത് കൊണ്ട്. ഈ മാനാകുന്ന യഖീൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പതറില്ല. നല്ല നിശ്ചയദാർഢ്യവും നല്ല യഖീനും രൂപപ്പെടുത്തുവാൻ അല്ലാഹു റസൂൽ പറയുന്നു.
അങ്ങനെയുള്ളവരെ അള്ളാഹു ഖബറിൽ രക്ഷപ്പെടുന്നു. ഖബറിലെ ചോദ്യം കഴിയുമ്പോൾ മലക്കുകൾ അവരോട് പറയും, നല്ല യഖീനോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി കഴിഞ്ഞ മനുഷ്യനോട് ആ മലക്കുകൾ പറയും, അലൽ യഖീനി കുന്ത, നീ എന്ത് യഖീനിലായിരുന്നു, എന്ത് ഉറച്ച വിശ്വാസത്തിലായിരുന്നു, അലൈഹി മുത്ത, അങ്ങനെയാണ് നീ മരണപ്പെട്ടത്, യഖീനോടുകൂടിയാണ് നീ മരണപ്പെട്ടത്, അലൈഹി തുബ്അസു ഇൻഷാ അല്ലാഹ്, ഇനി നാളെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഇതേ യഖീനോട് കൂടിയാണ്, നീ പേടിക്കണ്ട കേട്ടോ. ആരാണെന്ന് പറയുന്നത്? ഖബറിലെ മലക്കുകൾ ചോദ്യം ചെയ്യാൻ നേരത്തെ വന്ന് ചോദ്യത്തിന് ശേഷം പറയുന്ന മറുപടിയാണ്. അപ്പൊ യഖീൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഉറച്ച വിശ്വാസം. നാലാമത്തെ കാര്യം എന്താണ്? സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക, അളവില്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, വിശ്വാസിയായ ഒരാളെ ഖബറിൽ വെച്ച് മലക്കുകളുടെ ചോദ്യം കഴിഞ്ഞാൽ, മലക്കുകളുടെ ചോദ്യമൊക്കെ കഴിഞ്ഞ് സമാധാനമായ ഖബറിൽ ജീവിക്കാൻ പോവുകയായി, ബർസഖ്, ആ മറയിൽ ഇനി ജീവിതം ആരംഭിക്കുക. ആ സമയത്ത് അള്ളാഹു ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത്, ഈ ഖബറാളിയുടെ അടുത്ത്, ഹസനുൽ വജ്ഹ്, മുഖം കണ്ടാൽ തന്നെ നല്ല ശോഭിക്കുന്ന മുഖം, നല്ല പുഞ്ചിരിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന മുഖം. ഹസനുൽ സിയാബ്, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം നല്ല മനോഹരമായ വസ്ത്രം. ത്വയ്യിബുൽ റിഹ്, നല്ല പെർഫ്യൂമിന്റെ സ്മെല്ല് ഇങ്ങനെ വ്യാപിക്കും അദ്ദേഹത്തിൽ നിന്ന്. ത്വയ്യിബുൽ റിഹ് ഫയഖൂലു അബ്ശിർ ബില്ലദി യസ്റുക ഹദായ, നീ സന്തോഷിച്ചുകൊള്ളുക. ഖബറാളിയോട് പറയുക, നീ സന്തോഷിച്ചുകൊള്ളുക. ഹാദാ യൗമുകല്ലദി കുന്ത തുഅദ്, നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസത്തിന്റെ ആരംഭം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു, ബർസഖി ജീവിതം, നീ സന്തോഷിച്ചുകൊള്ളുക. അപ്പോൾ ഈ ഖബറാളി ചോദിക്കും, നീ ആരാ? ഫയഖൂൽ, ആ വന്ന മനുഷ്യൻ പറയും, അന അമലുക സ്വാലിഹ്, നീ ഓർമ്മ വെച്ച കാലം മുതൽ മരണം വരെ ചെയ്ത സൽക്കർമ്മങ്ങളുണ്ട്, നന്മയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ. ആ കർമ്മങ്ങളെ ഒരു മനുഷ്യ രൂപത്തിലാക്കി നിന്റെ അടുത്തേക്ക് നിന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹുവിനെ. നീ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ നിനക്ക് സന്തോഷം പകരാൻ. ഇതാ നിന്റെ അടുത്തേക്ക് എന്നെ അള്ളാഹ് പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക, സമാധാനമായി ഖബറിൽ നീ ജീവിച്ചു കൊള്ളുക എന്ന് ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു മടങ്ങിപ്പോ. നീ മോശക്കാരനാണ് എങ്കിൽ മറ്റൊരു മനുഷ്യൻ മുഖം കണ്ടാൽ തന്നെ പേടിയാവും, കാരണം അത്ര മോശമായ മുഖമായി. ഇട്ട വസ്ത്രങ്ങളും വളരെ മോശമായി. പെർഫ്യൂമിന് പകരം മോശമായ സ്മെല്ലായിരിക്കും അയാളിൽ നിന്നും വ്യാപിക്കുക. അപ്പോൾ ഖബറാളി അയാളോട് ചോദിക്കും, പേടിച്ച് വിറച്ചിട്ട് ചോദിക്കും, നീ ആരാണ്? അപ്പോൾ പറയും, നീ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തു കൂട്ടിയ തിന്മകളാണ് ഞാൻ. അള്ളാഹു എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് നിന്റെ മനസ്സിന് ഇഷ്ടമുണ്ടാക്കാൻ. നീ അക്രമിയായി, ദ്രോഹിയായി, ഒരുവിധ സൽക്കർമ്മങ്ങളും നിന്നിൽ നിന്നും ഉണ്ടായില്ല. ആ ദുഷ്കർമ്മങ്ങളെ മുഴുവനും ഒരു മനുഷ്യ രൂപത്തിലാക്കി നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് നിന്റെ മനസ്സിനെ ഭീഷണിപ്പെടുത്തുവാൻ അള്ളാഹു പറഞ്ഞു വിട്ടതാണ് എന്നെ. അപ്പൊ ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളാണ്. ഈ വെള്ളിയാഴ്ച ഇനി ഞാൻ ഒരക്രമവും ചെയ്യില്ല, ഞാനൊരു തെറ്റും ചെയ്യില്ല, എന്റെ ബർസഖി ജീവിതം ആനന്ദപ്രദമാക്കണം എന്ന് ചിന്തിക്കേണ്ടത് നാമാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ മുന്നോട്ട് വരിക. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസ്തദ്റക് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഖബറിൽ ഒരു വിശ്വാസിയെ മറമാടി കഴിഞ്ഞാൽ ശിക്ഷിക്കുവാൻ വേണ്ടി മലക്കുകൾ ഹാജരാകുന്നതാണ് ആ വിഷയം, ആ ഹദീസിന്റെ വിഷയം. അവരുടെ തലയുടെ ഭാഗത്തേക്ക് ആദ്യം ചെല്ലും, ശിക്ഷിക്കുവാൻ വേണ്ടി തല ഭാഗത്തേക്ക് ചെല്ലും ഖബറാളിയുടെ. ആ ഖബറാളി, ഖബറിൽ കിടക്കുന്നയാൾ മുഅ്മിനാണ്, മുഅ്മിനത്താണ് എങ്കിൽ അവൻ ഓർമ്മ വെച്ച കാലം മുതൽ അനുഷ്ഠിച്ച ഫർദ് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും അവന്റെ തലയുടെ ഭാഗത്ത് വന്നു നിന്നുകൊണ്ട് അവന് പ്രതിരോധം തീർക്കും. എന്നിട്ട് മലക്കുകളോട് പറയും, നിങ്ങൾക്ക് ഈ തലയുടെ ഭാഗത്തൂടെ പ്രവേശിക്കാൻ കഴിയില്ല. ഇവന്റെ പ്രൊട്ടക്ഷനായി നമസ്കാരത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുക. ഇവൻ ഓർമ്മ വെച്ച കാലം മുതൽ, ആ 10 വയസ്സ് മുതൽ കൃത്യമായി നമസ്കരിച്ചു. അതിന്റെ സുന്നത്ത് നമസ്കാരം, ഫർദ് നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ച മനുഷ്യൻ, ഇവന്റെ തലഭാഗത്ത് കൂടി ഇവനെ ശിക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആ നമസ്കാരമാകുന്ന ഇബാദത്ത്
ഈ വന്ന മലക്കളോട് പറയും. വകാന സൗമു അൻ യമീനിഹി, മലക്കൾ അപ്പോൾ വലത് ഭാഗത്തേക്ക് ചെല്ലും. അവിടെ കൂടെ പ്രവേശനമുണ്ടോ ഈ മയ്യത്തിന്റെ അടുത്തേക്ക്? ഈ മരിച്ചു കിടക്കുന്ന ഈ കിടക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് വലത് ഭാഗത്തോട് കയറി ചെല്ലാൻ പറ്റുമോ എന്ന് നോക്കും മലക്കൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവൻ അനുഷ്ഠിച്ച ഫർദ് നോമ്പുകളും സുന്നത്ത് നോമ്പുകളും അവൻ പ്രതിരോധം തീർത്തിരിക്കുക. ഇങ്ങനെ ഇവിടെ പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ഇവൻ ഓർമ്മ വെച്ച കാലം മുതൽ അനുഷ്ഠിച്ച ഫർദ് നോമ്പുകളും സുന്നത്ത് നോമ്പുകളും ഞങ്ങൾ ഇവനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. ഒരു കാരണവശാലും വലതു ഭാഗത്തൂടെ ഈ മയ്യത്തിന്റെ അടുത്ത് വന്ന് ഇവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ വരുമ്പോൾ മലക്കൾ ഇടത് ഭാഗത്തേക്ക് ചെന്ന് നോക്കും. ഇവിടെ കൂടെ കയറാൻ വല്ല മാർഗമുണ്ടോ ഇവരെ ശിക്ഷിക്കാൻ? അപ്പോൾ അവിടെ നിൽക്കുന്നു സക്കാത്തിന്റെ വലിയൊരു ഭാണ്ഡം. കാരണം അവന് കിട്ടിയ സമ്പാദ്യത്തിന്റെ 2.5% അവൻ എല്ലാ വർഷവും കൃത്യമായി കണക്ക് കൂട്ടി സക്കാത്ത് കൊടുത്തവനാണ്. സക്കാത്ത് പറഞ്ഞിട്ടില്ല. ഈ ഇടത് ഭാഗത്ത് കൂടി ഇവനെ കയറി ശിക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇവൻ കൊടുത്തു തീർത്ത സക്കാത്താണ് ഞങ്ങൾ പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുകയാണ് ഇവന്റെ ഇടത് ഭാഗത്ത്. അങ്ങനെ സ്ഥലഭാഗത്ത് കൂടെ കയറാൻ പറ്റുന്നില്ല, വലത് ഭാഗത്തൂടെ കയറാൻ പറ്റുന്നില്ല, ഇടത് ഭാഗത്തൂടെ കയറാൻ പറ്റുന്നില്ല. ഇനി അവസാനത്തെ ഭാഗം കാലിന്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ കാലിന്റെ ഭാഗത്ത് കൂടെ ചെല്ലുമ്പോൾ അവന്റെ കാലിന്റെ ഭാഗത്ത് പ്രൊട്ടക്ഷനായി നിൽക്കുന്ന ആരൊക്കെയെന്ന് അറിയാവൂ? അവൻ ചെയ്ത മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം, അവൻ സക്കാത്തിന് പുറമെ കൊടുത്തു തീർത്ത സ്വതക്കകൾ, അവൻ ചേർത്ത കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ കുടുംബം, അയൽവാസി, ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ, അവൻ ചെയ്ത പുണ്യങ്ങൾ, അവൻ ചെയ്ത നന്മകൾ, ഇതെല്ലാം ജനങ്ങളിലേക്ക്, ഇതെല്ലാം കൂടെ കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുക പ്രൊട്ടക്ഷനായിട്ട്. മലക്കൾ ഒരു കാരണവശാലും ഈ മയ്യത്തിനെ ഉപദ്രവിക്കാൻ കഴിയും. കാരണം അത് മുഅ്മിനിന്റെ മയ്യത്ത്. ആ മുഅ്മിനിന് വേണ്ടി പ്രൊട്ടക്ഷൻ തീർക്കാൻ ആരൊക്കെ വരുന്നു? നമസ്കാരം വരുന്നു, സക്കാത്ത് വരുന്നു, നോമ്പ് വരുന്നു, അവൻ ചെയ്തു തീർത്ത സൽക്കർമ്മങ്ങൾ മുഴുവൻ വരുന്നു. അവനെ പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെ ഒരു മുഅ്മിനായി കൂടെ? അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അതാണ് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്. ഇപ്രകാരം ഒരു മുഅ്മിനായി കൂടെ? ഇവരെല്ലാവരും കൂടി പറയും, ഞങ്ങളുടെ ഈ മനുഷ്യന്റെ ഒരു ഭാഗത്ത് കൂടെയും പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയല്ലാത്ത വ്യക്തിയാണെങ്കിലോ നേരെ തിരിച്ചായി. തലയുടെ ഭാഗത്തൂടെ ചെല്ലുമ്പോൾ ചെയ്യുന്നൊന്നുമില്ല. നമസ്കരിക്കേണ്ട സമയത്ത് 12:30 തുടങ്ങിയ യൂറോപ്യൻ കപ്പ് രാത്രി 12:30 അത് കണ്ടിരുന്ന് 3:30 വരെയും കണ്ടിരുന്നു. 3:30 വരെയും കണ്ടിരുന്നിട്ട് ഒരു ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്നത് എത്ര മണിക്കാ? 10 മണിക്കാ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു? തഹജ്ജുദ് നഷ്ടപ്പെട്ടു, സുബ്ഹി നമസ്കാരം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ മനസ്സ് മുഴുവൻ ബ്രസീലായിരുന്നു. അവന്റെ മനസ്സിൽ നിറയെ ബ്രസീലായിരുന്നു. അല്ലെ, അവന്റെ മനസ്സിൽ മുഴുവൻ കുറെ കളി ആരാധകരായിരുന്നു. ഒരു അർജന്റീനക്കാരായിരുന്നു അവന്റെ മനസ്സ് നിറയെ. രാത്രി 12:30 വീട്ടിൽ ഉറക്കം ഒഴിച്ചിരുന്ന് കളി കണ്ട് 3:30 വരെ, അത് എത്ര സമയം നീണ്ടുപോകുന്നു അത്രയും സമയം ഉറക്കൊഴിച്ച് കാത്തിരുന്ന് കണ്ടിട്ട് 3:30 ശേഷം കിടക്കുന്ന മനുഷ്യൻ ആ സമയത്ത് എഴുന്നേൽക്കാൻ പോകുന്നതോടുള്ള പറയുന്നു, യാ അയ്യുഹൽ മുസ്സമ്മിൽ, പുതച്ചു മൂടി കിടക്കുന്ന മനുഷ്യ, ഖുമില്ലൈല ഇല്ലാ ഖലീലാ, രാത്രിയുടെ കുറച്ച് ഭാഗം ഒഴിച്ചിട്ട് നീ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞ സമയമാണ് ഈ 3:30 സമയം. അപ്പോൾ ഇവൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതേവരെ അവൻ ബ്രസീലിന്റെ കളി കണ്ടിരിക്കുകയായിരുന്നു, അർജന്റീനക്കാരുടെ കളി കണ്ടിരിക്കുകയായിരുന്നു അവൻ. അപ്പോൾ ഉറങ്ങാൻ പോവുക. ആ സമയത്ത് അല്ലയോ പുതച്ചു മൂടി കിടക്കുന്ന മനുഷ്യ, രാത്രിയുടെ കുറച്ചു ഭാഗം ഒഴിച്ചു ബാക്കി ഭാഗം നീ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിക്കൂ. നിസ്ബഹു, ഒന്നില്ലെങ്കിൽ രാത്രിയുടെ പകുതിഭാഗം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചു ഭാഗം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കൂ ഈ തഹജ്ജുദ്. അതിനുശേഷം സുബഹി നമസ്കാരത്തിന് ജമാഅത്തായി നീ പള്ളിയിൽ പോകും എന്ന് നമ്മളോട് പറഞ്ഞതാ. നമ്മൾ കേട്ടോ? നമ്മൾ കേട്ടില്ല. പിന്നെ എങ്ങനെ നമസ്കാരം നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് വരും? ഈ മലക്കൾ വരുമ്പോൾ, ഈ മലക്കൾ ശിക്ഷിക്കാനായിട്ട് കബറിൽ വരുമ്പോൾ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ തീർക്കും? അതാണ് കവി പാടിയത്. കബറെന്ന് കേട്ടാൽ തൽക്ഷണം എത്തേണ്ടതാ, കണ്ടാലുടൻ നീ വാവിട്ട്
വിട്ട് കരയേണ്ടതാ. അല്ലാഹു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച 5 കാര്യങ്ങൾ കബറാളികൾക്ക് രക്ഷയായിട്ട് വരുമെന്ന് 2-ാം ഖുതുബയിൽ പറഞ്ഞു. ഒന്ന്, നിരന്തരം കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് സൂറത്ത് കിടക്കുന്നതിന് മുമ്പ് നിരന്തരം പാരായണം ചെയ്തയാൾക്ക് കബറിൽ ശിക്ഷയുണ്ടാകില്ല. അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക സമാധാനം ലഭിക്കും. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായ ഒരിക്കലും ഖബർ ശിക്ഷ അവർക്കുണ്ടാകില്ല, ഷഹീദായവർക്ക്. 3, അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കാവൽ നിൽക്കുന്നവർ. അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ഷനായി നിൽക്കുന്ന പട്ടാളക്കാരെല്ലാം ഇതിൽ വരും, അതിൽ വിഭാഗത്തിൽ വരും. കാരണം മക്കവും മദീനവും ഉൾപ്പെട്ട ആ രാജ്യങ്ങളുടെയൊക്കെ പ്രൊട്ടക്ഷനായി കാവൽ നിൽക്കുന്ന ധാരാളം പട്ടാളക്കാരും ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്നത്. അവർ കാവൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ ഈ ഭൂമിയിലേക്ക്, ഈ പുണ്യഭൂമിയിലേക്ക് ശത്രുക്കളായി കടന്നു വരാൻ പാടില്ല. ഇത് പുണ്യഭൂമിയാണ്. ഞങ്ങൾ ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുന്ന അതിനു വേണ്ടി. അങ്ങനെ കാവൽ നിൽക്കുന്നവർക്ക് നാളെ ഖബർ ശിക്ഷയുണ്ടാകില്ല. 3, 4 വയറ്റിൽ രോഗം ബാധിച്ച് മരിച്ച ആൾക്കാർ, ക്യാൻസർ പോലെ വയറിൽ ആമാശയത്തിൽ രോഗം ബാധിച്ച് മരണപ്പെട്ടവർക്ക് ഖബർ ശിക്ഷയുണ്ടാകില്ല. 5-ാമത്തെ കാര്യം, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി ഇല്ലാ വഖാഹു അല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബർ. ഒരു മുഅ്മിൻ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു, വ്യാഴാഴ്ച രാത്രി അവനെ ഖബറടക്കുന്നത് എപ്പോഴാണ്? ആ ജുമുഅയുടെ തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് ഖബറടക്കുക. ആ മനുഷ്യൻ ഖബർ ശിക്ഷയുണ്ടാകില്ല. എന്തുകൂടെ വേണം? ഈമാൻ കൂടെ വേണം. ഈമാനുള്ളവർ, അല്ലാത്തവരും വെള്ളിയാഴ്ച മരിക്കാറുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. آمين.